Hello everyone, welcome to Computer Science. Our subject is Android programming and today's topic is developing end user application using Android SDK. So നമ്മൾ ആൻഡ്രോയിഡ് സബ്ജക്ട്സ് ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ടിംഗ് ആണ് ആൻഡ്രോയിഡിൻ്റെ സോഫ്റ്റ്വെയർ സ്റ്റാക്ക് വരെയാണെന്ന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു ടോപ്പിക്കിൽ എൻഡ് യൂസർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക. സോ നമ്മളിതിൻ്റെ ബേസിക്സ് ആൻഡ്രോയിഡിൻ്റെ ബേസിക്സ് ആണ് എൻഡ് യൂസർ ബേസിക്സ് എന്തൊക്കെയാണെന്നാണ് ജസ്റ്റ് അത്രയും നോക്കാമെന്നുള്ളൂ ഇതിനകത്ത്. 3 കൺസെപ്റ്റ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. ആൻഡ്രോയിഡ് എമുലേറ്റർ, ആൻഡ്രോയിഡ് യൂസർ ഇൻ്റർഫേസ്, ദെൻ ആൻഡ്രോയിഡ് ഫൗണ്ടേഷണൽ കമ്പോണൻസ്. ഈ ഒരു 3 ടോപ്പിക്സ് ആണ് ഈ ഒരു ഈ ഒരു മെയിൻ ടോപ്പിക്കിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ആൻഡ്രോയിഡ് എമുലേറ്റർ. അപ്പോൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ആൻഡ്രോയിഡ് എമുലേറ്ററും കൂടി ഫെമിലിയർ ആയിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഒരു നോർമൽ ഇപ്പോൾ ഒരു ലാംഗ്വേജോ C++ഓ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവയോ നമ്മൾ റൺ ചെയ്യാൻ നമ്മൾ നോർമലി അതിന് ഇൻ്റർഫേസിൽ കമ്പൈൽ ചെയ്യാറുണ്ട്, റൺ ചെയ്യാറുണ്ട്. അങ്ങനെ റൺ ചെയ്ത് ആ ഒരു ഇൻ്റർഫേസിൽ തന്നെ റൺ ചെയ്ത് കാണിക്കാൻ ആൻഡ്രോയിഡിന് പറ്റില്ല. സോ ആൻഡ്രോയിഡ് റൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ഇൻ്റർഫേസ് വേണം. അതാണ് ആൻഡ്രോയിഡ് എമുലേറ്റർ, ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ് എന്നൊക്കെ പറയും. സോ കറക്റ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു നോർമൽ മൊബൈൽ ഫോൺ, ആൻഡ്രോയിഡ് ഒരു മൊബൈൽ ഫോൺ നമുക്ക് കോൺഫിഗറേഷനൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ പറ്റും, ഏത് ടൈപ്പ് ഫോണാണ് എമുലേറ്ററാണ് വേണ്ടതെന്നൊക്കെ. സോ അതുപോലെ ഒരു നോർമൽ മൊബൈൽ ഫോൺ സ്ക്രീനിൽ വരും. ആ മൊബൈലിലാണ് നമ്മളുടെ ഔട്ട്പുട്ട് റൺ ആവേണ്ടത്. ഔട്ട്പുട്ട് ആ മൊബൈലിലാണ് ഔട്ട്പുട്ട് കാണിക്കുക. സോ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഒരു ഫോണിനെ സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് ഈ ആൻഡ്രോയിഡ് എമുലേറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം. സോ ദിസ് ആൻഡ്രോയിഡ് SDK includes a virtual mobile device emulator that runs on the computer. The emulator lets you prototype, develop and test Android application without using a physical device. അപ്പോൾ നോർമലി നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ആൻഡ്രോയിഡ് ഫോണിന് വേണ്ടിയിട്ടോ ആൻഡ്രോയിഡ് ഡിവൈസിന് വേണ്ടിയിട്ടായിരിക്കും. So without using that device, we can test, we can develop, we can prototype that applications using this emulator. Emulator can use to run, debug and test applications. You will not even need the real device for 90% of your application development. So the full-featured Android emulator mimics most of the device features. Some limitations regarding USB connection. കുറച്ചൊക്കെ നമുക്ക് പറ്റില്ല, ഓൾമോസ്റ്റ് 90% കാര്യങ്ങളും പറ്റും. കുറച്ച് ലിമിറ്റേഷൻസ് പറയുന്നത് USB കണക്ഷൻസ്, ക്യാമറ, വീഡിയോ ക്യാപ്ചർ, ഹെഡ്ഫോൺസ്, ബാറ്ററി സിമുലേഷൻ, ബ്ലൂടൂത്ത്, അങ്ങനെ ചെറിയ കുറച്ച് ലിമിറ്റേഷൻസ് മാത്രമേ ഉള്ളൂ ആൻഡ്രോയിഡ് എമുലേറ്ററിന്. ബാക്കി ഒരു 90% ഓഫ് യുവർ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ക്യാൻ ബി ഡൺ യൂസിങ് ദിസ് എമുലേറ്റർ വിതൗട്ട് യൂസിങ് എ റിയൽ ഡിവൈസ്. So this Android emulator accomplishes its work through an open source processor emulator technology called QEMU. QK emulator technology and developed by Fabrice Bellard. So ഈ QEMU എന്നുള്ളതൊരു QK emulator എന്നുള്ളൊരു പ്രോസസ്സർ എമുലേറ്റർ ടെക്നോളജി ആണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആൻഡ്രോയിഡ് എമുലേറ്റർ ഇരിക്കുന്നത്, ആൻഡ്രോയിഡ് എമുലേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഓപ്പൺ സോഴ്സ് ആണ് ഈ പ്രോസസ്സർ എമുലേറ്റർ ടെക്നോളജി. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആൻഡ്രോയിഡിൻ്റെ എമുലേറ്ററും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൻഡ്രോയിഡ് എമുലേറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ വിർച്വൽ മൊബൈൽ ഡിവൈസ് ദാറ്റ് ഇസ് റൺസ് ഓൺ അവർ കമ്പ്യൂട്ടർ. യൂസിങ് ദ എമുലേറ്റർ വി ക്യാൻ റൺ ഡീബഗ് ആൻഡ് ടെസ്റ്റ് ആപ്ലിക്കേഷൻസ്. നെക്സ്റ്റ് ആണ് ആൻഡ്രോയിഡ് UI, ആൻഡ്രോയിഡിൻ്റെ യൂസർ ഇൻ്റർഫേസിനെ പറ്റിയിട്ട്. Android uses a UI framework that resembles other desktop-based full-featured UI frameworks, but it is more modern and more asynchronous in nature. Android is almost a 4th generation UI framework ആണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു 3 generations എന്തൊക്കെയാണെന്ന് നോക്കാം. നോർമലി നമ്മൾ പറയുന്ന ട്രഡീഷണൽ ബേസ്ഡ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ആണ് ഫസ്റ്റ് ജനറേഷൻ ഫസ്റ്റ് ജനറേഷൻ UI ഫ്രെയിംവർക്ക് ആയിട്ട് വരുന്നത്. ദെൻ കഴിഞ്ഞ് C++ ബേസ്ഡ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഫൗണ്ടേഷൻ ക്ലാസ്സസ് ഒക്കെ വെച്ച് വരുമല്ലോ. സോ ആ ക്ലാസ്സസ് ഒക്കെ വെച്ച് വരുന്നതാണ് സെക്കൻഡ് ജനറേഷൻ ആയിട്ട് വരുന്നത്. ആൻഡ് ജാവ ബേസ് ചെയ്തിട്ടുള്ള സ്വിംഗ് UI ഫ്രെയിംവർക്ക് ആണ് നമ്മളുടെ 3rd generation. And this Android UI, Java FX, Microsoft Silverlight, Mozilla XML user interface languages ഇവരൊക്കെയാണ് 4th generation UI ഫ്രെയിംവർക്ക് ആയിട്ട് വരുന്നത്. സോ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നത് 4th generation UI ഫ്രെയിംവർക്ക് ആണ്. UI is declarative and independently themed. നമുക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ആൻഡ്രോയിഡ് UI involves declaring the interfaces in XML files. അതൊരു ഡിഫറൻസ്. അതായത് നോർമലി ആൻഡ്രോയിഡിൻ്റെ പ്രോഗ്രാമിംഗ് യൂസർ ഇൻ്റർഫേസ് പ്രോഗ്രാമിംഗ് നടക്കുന്നത് XML കോഡിംഗ് ആണ്. XML ഫയൽസ് ആയിട്ടാണ് യൂസർ ഇൻ്റർഫേസ് ചെയ്യുന്നത്.
Load this XML view definitions as windows in your UI application. Even menus in applications are loaded from XML files. അപ്പോൾ എല്ലാ ഡിസ്പ്ലേസും എല്ലാ യൂസർ ഇൻ്റർഫേസസും നമ്മൾ XML ഫയലായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്, ഇൻ്റർഫേസ് ഉണ്ടാക്കുക, അതെന്നാണ് ലോഡ് ചെയ്യുന്നത്. Then screens or windows in Android are referred to as activities. അപ്പോൾ ഇവിടെ ഓരോ സ്ക്രീനും അല്ലെങ്കിൽ നമ്മൾ ഒരു ആപ്പിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ കാണുന്ന ഓരോ സ്ക്രീനും ഓരോ വിൻഡോനെയും നമ്മൾ ആക്ടിവിറ്റി എന്നാണ് പറയുക. അപ്പോൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ലോഗിൻ ഒരു ആക്ടിവിറ്റിയാണ്, രജിസ്ട്രേഷൻ ഒരു ആക്ടിവിറ്റിയാണ്, ഹോം പേജ് കാണാൻ വെച്ചാൽ അതൊരു ആക്ടിവിറ്റിയാണ്. അങ്ങനെ സ്ക്രീൻസ് ഓർ വിൻഡോസ് ഇൻ ആൻഡ്രോയിഡ് ആർ റെഫർ ടു ആസ് ആക്ടിവിറ്റീസ്. It comprises multiple views that a user needs in order to accomplish a logical unit of action. Views are Android's basic UI building blocks and it can be combined to form composite views called view group. അപ്പോൾ ഈ ഒരു ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് വ്യൂ എന്നാണ് പറയുക. അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു ടെക്സ്റ്റ് വ്യൂ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബട്ടൺ, ഒരു എഡിറ്റ് ടെക്സ്റ്റ്, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അതിന് നമ്മളൊരു വ്യൂ എന്നാണ് പറയുക. ആൻഡ് ഈ വ്യൂസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ ഗ്രൂപ്പ് എന്നൊക്കെ പറയാം. ഓക്കെ, അങ്ങനെ ഈ വ്യൂ ഗ്രൂപ്പ്സ് എല്ലാം കൂടി കൂടുന്നതാണ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ലോജിക്കൽ യൂണിറ്റ് ഓഫ് ആക്ഷൻ ചെയ്യുന്ന ആ ഒരു പേജിനെയാണ് അല്ലെങ്കിൽ ആ ഒരു വ്യൂവിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുക. സോ നോർമലി ദ സ്ക്രീൻസ് ഓർ വിൻഡോസ് ഇൻ ആൻഡ്രോയിഡ് UI ആർ റെഫർ ടു ആസ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് UI എന്ന് പറയുന്നത് 4th ജനറേഷൻ ആണെന്ന് പറഞ്ഞു. ആൻഡ് അതുപോലെ ആ ഒരു UIയിൽ ഡിസൈൻ ചെയ്യുന്നത് XML ആണെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നോക്കേണ്ട പോയിന്റ്സേ ഉള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഫൗണ്ടേഷണൽ കമ്പോണൻസ്. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആൻഡ്രോയിഡ് ഫൗണ്ടേഷണൽ കമ്പോണൻസിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ്. അപ്പോൾ ഇപ്പോൾ വെറുതെ ഒരു ഓവർവ്യൂ മാത്രമാണ്. ദ കോർ ബിൽഡിംഗ് ബ്ലോക്സ് ഓർ ഫണ്ടമെൻ്റൽ കമ്പോണൻസ് ഓഫ് ആൻഡ്രോയിഡ് ആർ ആക്ടിവിറ്റി, വ്യൂ, ഇൻഡൻറ്റ്, സർവീസ്, കണ്ടന്റ് പ്രൊവൈഡർ, ഫ്രാഗ്മെൻറ്റ് ആൻഡ് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ്.xml. സോ ഇവരൊക്കെയാണ് ഫണ്ടമെൻ്റൽ കമ്പോണൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ആണ്. സോ നമ്മൾ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ലോജിക്കൽ യൂണിറ്റ് ഓഫ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ഒരു സ്ക്രീനിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയാം. ഇപ്പോൾ രജിസ്ട്രേഷൻ ആണെങ്കിൽ ഒരു രജിസ്ട്രേഷൻ പെർഫോം ചെയ്തല്ലോ, അതുപോലെ എന്തെങ്കിലും ഒരു ലോജിക്കൽ യൂണിറ്റ് ഓഫ് ആക്ഷൻ പെർഫോം ചെയ്യുന്ന സ്ക്രീനാണ് ആക്ടിവിറ്റി. സോ ആൻ ആക്ടിവിറ്റി ഈസ് എ ക്ലാസ് ദാറ്റ് റെപ്രസെൻറ്റ് എ സിംഗിൾ സ്ക്രീൻ. ഇറ്റ് ഇസ് ലൈക്ക് എ ഫ്രെയിം. നമ്മൾ AWT ഒക്കെ പറയാൻ വെച്ചാൽ, ജാവ AWT പറയാൻ വെച്ചാൽ ഒരു ഫ്രെയിം പോലെയാണ് ആക്ടിവിറ്റി. ഇനി വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ UI എലമെൻറ്റ്, അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു വ്യൂ ആണ്. ലൈക്ക് ഒരു ബട്ടൺ അല്ലെങ്കിൽ ഒരു ലേബൽ, ടെക്സ്റ്റ് ഫീൽഡ് എക്സെട്ര. എനിത്തിങ് ദാറ്റ് യു സീ ഇസ് എ വ്യൂ. നെക്സ്റ്റ് ഇസ് എൻ ഇൻറ്റൻറ്റ്. ഇൻറ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റൻറ്റിൻ്റെ ഒരു ഇംഗ്ലീഷ് മീനിങ് എടുത്താൽ തന്നെ സംതിങ് ടു പെർഫോം ആണല്ലോ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് യൂസ് ടു ഇൻവോക്ക് കമ്പോണൻസ്. കമ്പോണൻസിനെ ഇൻവോക്ക് ചെയ്യാനായിട്ടാണ് ഇൻറ്റൻസ്. ഇറ്റ് ഇസ് മെയിൻലി യൂസ് ടു, ഇതൊക്കെയാണ് ഇൻറ്റൻറ്റിൻ്റെ ഫംഗ്ഷൻസ് വരുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സർവീസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം, ഒരു ആക്ടിവിറ്റി ലോഞ്ച് ചെയ്യാം, ഡിസ്പ്ലേ എ വെബ് പേജ്, ഡിസ്പ്ലേ ലിസ്റ്റ് ഓഫ് കോൺടാക്ട്സ്, ബ്രോഡ്കാസ്റ്റ് എ മെസ്സേജ്, ഡയൽ എ ഫോൺ കോൾ, അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്ഷൻ ടു ഇൻവോക്ക് സം കമ്പോണൻസ്, ഇതിനെയാണ് ഇൻറ്റൻറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് സർവീസ്. സർവീസ് എന്ന് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സാണ്. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ഇല്ലേ, അതാണ് സർവീസ്. ദാറ്റ് ക്യാൻ റൺ ഫോർ എ ലോങ് ടൈം. ഓക്കെ, ദർ ആർ 2 types of services are there. ഫസ്റ്റ് വൺ ഇസ് എ ലോക്കൽ ആൻഡ് റിമോട്ട്. ലോക്കൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ ആക്സസ് ചെയ്യുന്നത് തന്നെയാണ്. ലോക്കൽ സർവീസ് ആക്സസ്ഡ് ഫ്രം വിതിൻ ദ ആപ്ലിക്കേഷൻ. റിമോട്ട് സർവീസ് എന്ന് പറയുന്നത് ആക്സസ് റിമോട്ട്ലി ഫ്രം അതർ ആപ്ലിക്കേഷൻസ് റണ്ണിങ് ഓൺ ദ സെയിം ഡിവൈസ്. നമ്മുടെ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ തന്നെ ആക്സസ് ചെയ്യുന്ന സർവീസിനെയാണ് ലോക്കൽ സർവീസ് എന്ന് പറയുക. ആൻഡ് റിമോട്ട് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള സർവീസിനെ റിമോട്ട് സർവീസ് എന്നും പറയും. നെക്സ്റ്റ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. കണ്ടന്റ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ യൂസ് ടു ഷെയർ ഡാറ്റ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ. നമ്മുടെ ഫോണിലെ ഓരോ ആപ്ലിക്കേഷനും സെപ്പറേറ്റ് ആണ്. അപ്പോൾ അവർക്ക് തമ്മിൽ ഡാറ്റാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരാണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. ഫ്രാഗ്മെന്റ് ഇസ് ലൈക്ക് പാർട്സ് ഓഫ് എൻ ആക്ടിവിറ്റി. നമ്മളൊരു ആക്ടിവിറ്റി ഒരു സിംഗിൾ സ്ക്രീനാന്ന് പറഞ്ഞല്ലോ, സോ അതിൻ്റെ ഒരു പാർട്സിനെയാണ് ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. ആൻ ആക്ടിവിറ്റി ക്യാൻ ഡിസ്പ്ലേ 1 or more fragments on the screen at the same time. Android manifest.xml, it contains information about activity, content provider, permission, etc. സോ നമ്മളുടെ ആൻഡ്രോയിഡിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫയലാണ് ദിസ് ആൻഡ്രോയിഡ് manifest.xml. അപ്പോൾ ഈ ആൻഡ്രോയിഡ് manifest.xml എടുത്തു കഴിഞ്ഞാൽ ആ ഫയലിൻ്റെ അകത്ത് നമ്മളുടെ ഈ ഒരു പ്രോജക്റ്റ്, നമ്മളുടെ ആ ഒരു
പ്രോഗ്രാമിനെ പറ്റി ഒരു ആപ്പിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും. അതിനകത്തുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് പ്രൊവൈഡ്സ് എന്തൊക്കെയാണ്, ഇൻറ്റൻസ് എന്തൊക്കെയാണ്, ആ ആപ്പിന് എന്തൊക്കെ പെർമിഷൻസ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള അബൌട്ട് ദ ആപ്ലിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഫയലാണ് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് XML ഫയൽ. സോ ദീസ് ആർ ദ ഫൗണ്ടേഷണൽ കമ്പോണൻസ്. സോ നമ്മൾ ഡെവലപ്പിംഗ് എൻഡ് യൂസർ അപ്ലിക്കേഷൻ എന്നുള്ളൊരു മെയിൻ ടോപ്പിക്കിൽ 3 സബ് ടോപ്പിക്സ് ആണ് കവർ ചെയ്തത്. ഫസ്റ്റ് വൺ ഇസ് ദ എമുലേറ്റർ. സോ എന്താണ് എമുലേറ്റർ? ഇപ്പോൾ ഒരു റിയൽ മൊബൈൽ ഡിവൈസിൻ്റെ ഒരു 90% നമുക്ക് എമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ ഒരു ആൻഡ്രോയിഡ് എമുലേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മൊബൈൽ ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ആപ്പ് റൺ ചെയ്യാം, പ്രോട്ടോടൈപ്പ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം, ഡീബഗ് ചെയ്യാം, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് എമുലേറ്റർ. ദെൻ യൂസർ ഇൻ്റർഫേസ് പറഞ്ഞു. ആൻഡ്രോയിഡ് UI എന്ന് പറയുന്നത് 4th generation UI ആണ്. നോർമലി അതിനകത്ത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് XML ഫയൽസിലാണ് ഈ എല്ലാ യൂസർ ഇൻ്റർഫേസും ചെയ്യുന്നത്. XML ഫയൽസിലാണ് എല്ലാം ചെയ്യുന്നത്. XML ഫയലാണ് ലോഡ് ചെയ്യുന്നത്, സ്ക്രീനായിട്ട് ലോഡ് ആക്കുന്നത്. പിന്നെ കുറച്ച് ഫൗണ്ടേഷണൽ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. വ്യൂ ഉണ്ട്, ആക്ടിവിറ്റി, ദെൻ സർവീസ്, കണ്ടന്റ് പ്രൊവൈഡർ, ഇൻറ്റൻറ്റ്, ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് ഡോട്ട് XML, ഫ്രാഗ്മെൻറ്റ്സ്, അങ്ങനെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഫൗണ്ടേഷണൽ കമ്പോണൻസ് ഓഫ് ആൻഡ്രോയിഡും നോക്കി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.